പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയൻ്റെ പ്രാർത്ഥനയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ കഴിഞ്ഞ ദിവസം ബാംഗ്ലൂരിൽ ഡിസംബർ 28 മുതൽ 31 വരെ ജീസസ് യൂത്ത് സംഘടിപ്പിച്ച ഒരു വലിയ ദേശീയ യുവജന സംഗമമായിരുന്നു ജാഗോ 2025. കത്തോലിക്ക സഭയുടെ ജൂബിലി വർഷത്തിൻ്റെ ഭാഗമായിട്ട് നടത്തപ്പെട്ട ഈ ദേശീയ യുവജന സമ്മേളനം ദൈവ അനുഭവത്തിൻ്റെയും ആത്മീയ ഉണർവിൻ്റെയും ശക്തമായിട്ടുള്ള ഒരു വേദിയായിട്ട് മാറി. ഇന്ത്യയുടെ വിവിധ രൂപതകളിൽ നിന്നും സംസ്ഥാനങ്ങളിൽ നിന്നും ആയിരക്കണക്കിന് യുവജനങ്ങളാണ് ഈ സമ്മേളനത്തിൽ പങ്കെടുത്തത്. ജാഗ്രതയിൽ ജീവിക്കൂ, പ്രത്യാശയിൽ മുന്നോട്ട് പോകൂ, ഉണർന്ന് പ്രക്ഷോഭിക്കുക എന്ന മുഖ്യ പ്രമേയമാണ് സമ്മേളനത്തിൻ്റെ മുഴുവൻ ഘട്ടങ്ങളെ നയിച്ചത്. തുടർന്നുള്ള ദിവസങ്ങളിൽ ആത്മീയ പ്രഭാഷണങ്ങൾ, ബൈബിൾ അധിഷ്ഠിതമായിട്ടുള്ള പഠനങ്ങൾ, യുവജന സൗഹൃദ സംവാദങ്ങൾ, വർക്ക്ഷോപ്പുകൾ എന്നിവ നടന്നു. പരിചയസമ്പന്നരായിട്ടുള്ള വൈദികർ, സന്യസ്തർ, അൽമായ നേതാക്കൾ എന്നിവർ നേതൃത്വം നൽകിയ സെഷനുകൾ യുവജനങ്ങളുടെ വിശ്വാസ ജീവിതം, സഭയിലെ പങ്കാളിത്തം, സാമൂഹിക ഉത്തരവാദിത്തം, വ്യക്തിഗത വീൽ എന്നിവയെ കേന്ദ്രീകരിച്ചായിരുന്നു. യുവജനങ്ങൾ നേരിടുന്ന ഇന്നത്തെ വെല്ലുവിളികളും വിശദമായിട്ട് ചർച്ച ചെയ്തു. ചുരുക്കത്തിൽ ജാഗോ 2025 യുവജന സമ്മേളനം യുവജനങ്ങളിൽ ആത്മീയ നവീകരണവും ദൗത്യബോധവും വളർത്തിയ ഒരു സ്മരണീയ അനുഭവമായിട്ട് മാറി. ക്രിസ്തുവിൽ ഉറച്ച വിശ്വാസത്തോടെ സഭയിലും സമൂഹത്തിലും നേതൃത്വം നൽകുവാൻ യുവജനങ്ങളെ പ്രചോദിപ്പിച്ച ഈ സമ്മേളനം വരും വർഷങ്ങളിൽ ശക്തമായ ഫലങ്ങൾ നൽകുമെന്ന പ്രത്യാശയോടെയാണ് സമാപിച്ചത്. ഈ പരിപാടിയിൽ പങ്കെടുക്കുവാൻ എനിക്ക് പരിചയമുള്ള ഒരു ചെറുപ്പക്കാരനോട് ഞാൻ വളരെ മുൻപേ പറഞ്ഞിരുന്നു. അവൻ പോകാമെന്നും എന്നോട് സമ്മതിച്ചിരുന്നു. എന്നാൽ ദിവസങ്ങൾ അടുത്ത് വന്നപ്പോൾ അവൻ്റെ ജീവിതത്തിൽ ചില പ്രശ്നങ്ങൾ അരങ്ങേറി. അവൻ്റെ പഠനം കഴിഞ്ഞു വിദേശത്തേക്ക് പോകുവാനായി അവൻ പേപ്പർ വർക്കെല്ലാം ചെയ്തു വരികയായിരുന്നു. എന്നാൽ വലിയ പ്രതീക്ഷയോടെ തുടങ്ങിയ വെച്ച പേപ്പർ വർക്കുമെല്ലാം ചില കാരണങ്ങളാൽ ഏജൻസി നിർത്തിവെച്ചു. അതവനെ വല്ലാതെ വിഷമത്തിലാക്കി. അവൻ്റെ ജീവൻ പോലെ കൊണ്ടു നടന്നിരുന്ന ഒന്നാണ് അവൻ്റെ ബൈക്ക്. ഒരു പാഷനാണ് അവന് ബൈക്ക് റൈഡിങ്. മാത്രമല്ല ചെറിയ തോതിൽ അവൻ ബൈക്ക് സ്റ്റണ്ടിങ്ങും ചെയ്യാറുണ്ട്. എന്നാൽ ഈ ബൈക്കും അവന് വലിയ പണി കൊടുത്തു. കുറേ റിപ്പയർ വർക്ക് അതിൽ ചെയ്യേണ്ടി വന്നു. അതും അവൻ രാവും പകലും കാറ്ററിംഗ് ജോലിക്ക് പോയി കിട്ടുന്ന പൈസ കൊണ്ടാണ് അതിനുള്ള വക കണ്ടെത്തിയത്. പാവം, അവൻ എന്നും രാവിലെ 6 മണി മുതൽ 10 മണി വരെ ജോലി ചെയ്യും. ഇങ്ങനെ കിട്ടുന്ന പൈസ സ്വരുക്കുട്ടി വെച്ചാണ് അവൻ വിദേശത്തേക്ക് പോകുവാനുള്ള പൈസ റെഡിയാക്കിയതും ബൈക്കിൻ്റെ റിപ്പയർ വർക്കൊക്കെ ചെയ്തതും. ഇതെല്ലാം കഴിഞ്ഞപ്പോൾ ബൈക്ക് വീണ്ടും അവന് പണി കൊടുത്തു. എൻജിൻ പണി വേണ്ടി വരുമെന്ന് മെക്കാനിക്ക് പറഞ്ഞു. ഇത്രയും കഷ്ടപ്പെട്ട് അവൻ ജോലി ചെയ്തിട്ട് പോലും ചെലവുകൾ വർദ്ധിച്ചു വന്നപ്പോൾ, എങ്ങും എത്തിക്കുവാൻ സാധിക്കാതെ പോയപ്പോൾ അവൻ വല്ലാതെ തളർന്നുപോയി. സത്യം പറഞ്ഞാൽ അവൻ വളരെ ഡിപ്രസ്ഡായി. ഈ പശ്ചാത്തലത്തിൽ അവൻ ജാഗോ 2025 പോകുന്നില്ല എന്നോട് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ എനിക്ക് വളരെ വിഷമമായി. ഞാൻ അവനോട് പറഞ്ഞു, നിൻ്റെ വിഷമം എനിക്ക് മനസ്സിലാക്കാം. നീ ഈ പ്രോഗ്രാമിന് പോയി വരുമ്പോൾ നിൻ്റെ എല്ലാ വിഷമം തരണം ചെയ്യുവാനുള്ള മനോശക്തി നിനക്ക് ലഭിക്കും. നീ ധൈര്യമായി പോയി വരൂ. എൻ്റെ നിർബന്ധത്തിന് വഴങ്ങി മനസ്സില്ലാ മനസ്സോടെയാണ് അവൻ പോയത്. എന്നാൽ പ്രോഗ്രാം കഴിഞ്ഞ് വന്നപ്പോൾ അവൻ ആകെ മാറിപ്പോയി. വലിയ പ്രത്യാശയോടെയാണ് അവൻ തിരിച്ചു വന്നത്. ജാഗോ 2025 ആപ്തവാക്യമായ പ്രത്യാശയിൽ മുന്നോട്ട് പോകൂ, ഉണർന്ന് പ്രക്ഷോഭിക്കൂ എന്നതും മറ്റു സെഷനുകളും അവനെ വല്ലാതെ സ്വാധീനിച്ചു. ജീവിതത്തിലെ പ്രതിസന്ധികളെ വിശ്വാസത്തോടെ മുന്നേറുവാൻ, കർത്താവിൻ്റെ കരത്തിൽ ആശ്രയിക്കുവാൻ ഇന്ന് അവൻ വളരെ റിലാക്സ്ഡാണ്. ജീവിതത്തിൻ്റെ എല്ലാ സാഹചര്യങ്ങളിലും ഉണർന്ന് പ്രക്ഷോഭിക്കുവാൻ അവൻ റെഡിയാണ്. ഈ ആഴ്ച വചനം നമുക്ക് നൽകുന്ന സന്ദേശവും ദൗത്യവും എന്നത് ഉണർന്ന് പ്രക്ഷോഭിക്കുക എന്നതാണ്. അതായത് ജീവിതത്തിലെ എല്ലാ സാഹചര്യങ്ങളും ഉണർന്ന് പ്രക്ഷോഭിക്കുവാൻ നമ്മൾ റെഡിയായിരിക്കണം. ഇന്നത്തെ വായനകൾ എല്ലാം തന്നെ നമുക്ക് നൽകുന്ന ഉൾക്കാഴ്ചയും വെളിച്ചവും ഉണർന്ന് പ്രക്ഷോഭിക്കുക എന്നതാണ്.
ഇന്നത്തെ ഒന്നാം വായന നമ്മൾ വായിച്ച് കേൾക്കുന്ന യെശയ്യ 60:1-2 വരെയുള്ള വചനത്തിൽ, ഉണർന്ന് പ്രക്ഷോഭിക്കുക, നിന്റെ പ്രകാശം വന്നു ചേർന്നിരിക്കുന്നു, കർത്താവിൻ്റെ മഹത്വം നിൻ്റെ മേൽ ഉദിച്ചിരിക്കുന്നു. പ്രവാസത്തിൽ കഴിയുകയായിരുന്ന ഇസ്രായേൽ ജനതയ്ക്ക് പ്രത്യാശയുടെയും പ്രതീക്ഷയുടെയും വാക്കുകളായിരുന്നു ഇവ. ഉണർന്ന് പ്രക്ഷോഭിക്കുക എന്നത്. ഈ വചനങ്ങൾ കാരണം പ്രവാസത്തിൽ കഴിയുകയായിരുന്ന ഇസ്രായേൽ ജനതയ്ക്ക് ജീവിതത്തിൽ പ്രത്യാശയും പ്രതീക്ഷയും നഷ്ടപ്പെട്ടു. പലപ്പോഴും പലരും അവർക്കെതിരെ യുദ്ധം ചെയ്തു. നിരവധി തവണ അവർ പ്രവാസത്തിൽ പോകേണ്ടി വന്നു. പലപ്പോഴും പ്രശ്നങ്ങളും പ്രതിസന്ധികളും അവരെ വേട്ടയാടി. അങ്ങനെ മനം മടുത്ത ജനതയ്ക്ക് ദൈവമായ കർത്താവ് അവർക്ക് ആത്മീയ ശക്തിയും കരുത്തും പകർന്നു നൽകുവാൻ വേണ്ടിയാണ് പ്രവാചകനായ യെശയ്യയിലൂടെ ഇപ്രകാരം അരുൾ ചെയ്തത്, ഉണർന്ന് പ്രക്ഷോഭിക്കുക എന്നത്. ഞാൻ ഈ പ്രസംഗം തയ്യാറാക്കുന്ന സമയത്ത് അടുത്തുള്ള അതിരൂപതയുടെ പാസ്റ്റൽ സെൻറ്ററിലിടയ്ക്ക് ഞാനൊരു വചന ശുശ്രൂഷയ്ക്ക് പോവുകയുണ്ടായി. പ്രസംഗം കഴിഞ്ഞ് ഞാൻ പോരുവാൻ തയ്യാറായപ്പോൾ ഒരു ചേച്ചി ഓടി വന്ന് എന്നോട് സംസാരിക്കുവാൻ തുടങ്ങി. അവർ ജീവിതത്തിലെ സഹനങ്ങളെക്കുറിച്ചായിരുന്നു ആ ചേച്ചി എന്നോട് പറഞ്ഞത്. ഭർത്താവ് മദ്യപിച്ചു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ദേഹോപദ്രവം ചെയ്യും. മദ്യപിച്ചില്ലെങ്കിൽ അദ്ദേഹം നല്ല മനുഷ്യനാണ് അച്ഛാ, നല്ല സ്നേഹമുള്ള മനുഷ്യൻ. പക്ഷേ മദ്യപിച്ച് കഴിഞ്ഞാൽ അദ്ദേഹം പിശാചിനേക്കാൾ ദുഷ്ടനാണച്ചാ. ആ ചേച്ചി എൻ്റെ മുൻപിൽ നിന്ന് തേങ്ങുവാൻ തുടങ്ങി. അവരുടെ മുഖത്ത് നെറ്റിയിൽ 4 തുന്നലിട്ടതിൻ്റെ പാട് കാണാൻ സാധിച്ചു. 2 കൈകളിലും നീര് വെച്ചത് കാണാമായിരുന്നു. ഇത്തവണത്തെ ഭർത്താവിൻ്റെ ന്യൂ ഇയർ ഗിഫ്റ്റാണത് അച്ഛാ ഇതെന്ന് ആ ചേച്ചി വേദനയോടെ എന്നോട് പറഞ്ഞു. പോലീസ് ഇടപെട്ടിട്ടും അവർ ഭർത്താവിനെതിരെ കേസ് കൊടുക്കുവാനായിട്ട് തയ്യാറായില്ല. മാത്രമല്ല, ഇതെല്ലാം കഴിഞ്ഞിട്ടും വീട് വിട്ടിറങ്ങിയ ഭർത്താവിൻ്റെ വരവിനായിട്ട് അവർ കാത്തിരിക്കുകയാണ്. അവസാനം ആ ചേച്ചിയുടെ വാക്കുകൾ എന്നെ അത്ഭുതപ്പെടുത്തി. അച്ഛൻ, എനിക്ക് സഹനങ്ങൾ ഇഷ്ടമാണ്. ചെറുപ്പം മുതൽ എനിക്ക് സഹനങ്ങളെ ഉണ്ടായിട്ടുള്ളൂ. 9 വയസ്സുള്ളപ്പോൾ വീട്ടിൽ നിന്നും അച്ഛൻ ഇറക്കി വിട്ടതാണ്, നിറമില്ലാത്തതുകൊണ്ട്. അച്ഛൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ മാത്രം മതി. എനിക്ക് ദൈവത്തോട് ഒരു പരിഭവമില്ല. ജീവിതത്തിൽ അതിദാരുണമായ അനുഭവങ്ങളുടെ പ്രതിസന്ധികളിലൂടെ കടന്നുപോയ ഈ ചേച്ചി യഥാർത്ഥത്തിൽ ഉണർന്ന് പ്രക്ഷോഭിച്ച ഒരു വ്യക്തിയാണ്. നമുക്കൊരു മാതൃകയാണ്. സുവിശേഷത്തിലും ഉണർന്ന് പ്രക്ഷോഭിച്ച 3 വ്യക്തികളെ നമുക്ക് കാണാൻ സാധിക്കും. 3 ജ്ഞാനികൾ. അവർ ഉണർന്ന് പ്രക്ഷോഭിച്ചതുകൊണ്ടാണ് രക്ഷകൻ്റെ ജനനം ലോകമറിഞ്ഞത്. ഇല്ലായിരുന്നെങ്കിൽ ലോകം അറിയില്ലായിരുന്നു. ആട്ടിടയന്മാരിലേക്ക് മാത്രമായിട്ട് ആ രക്ഷയുടെ സന്ദേശം ചുരുങ്ങിപ്പോകുമായിരുന്നു. നമ്മൾ സുവിശേഷത്തിൽ വായിച്ച് കേൾക്കുന്ന മത്തായി 2-ാം അധ്യായം 1-3 വരെയുള്ള വചനത്തിൽ, ഹെരോദോസ് രാജാവിൻ്റെ കാലത്ത് യൂദായിലെ ബെത്ലഹേമിൽ യേശു ജനിച്ചപ്പോൾ പൗൽസ് ദേശത്തു നിന്നും ജ്ഞാനികൾ ജെറുസലേമിലെത്തി. അവർ അന്വേഷിച്ച്, എവിടെയാണ് യഹൂദന്മാരുടെ രാജാവായി ജനിച്ചവൻ? ഞങ്ങൾ കിഴക്ക് അവനെ നക്ഷത്രം കണ്ട് അവനെ ആരാധിക്കുവാൻ വന്നിരിക്കുകയാണ്. ഇത് കേട്ട് ഹെരോദോസ് രാജാവ് അസ്വസ്ഥനായി അവനോടൊപ്പം ജെറുസലേം മുഴുവനും. അങ്ങനെ ജ്ഞാനികളുടെ, ഈശോയുടെ, രക്ഷകൻ്റെ, യഹൂദന്മാരുടെ രാജാവിൻ്റെ ജനനത്തെക്കുറിച്ച് ലോകത്തിന് വെളിപ്പെട്ട് കിട്ടുകയാണ്. അതിന് കാരണമായിട്ട് മാറിയത് ഈ 3 ജ്ഞാനികളാണ്. അവർ ഉണർന്ന് പ്രക്ഷോഭിച്ചതുകൊണ്ടാണ്. ജീവിതത്തിലെ പ്രതിസന്ധികൾക്കിടയിലും അവർ ദിവ്യരക്ഷകൻ ജനനത്തെക്കുറിച്ച് അന്വേഷിക്കുക മാത്രമല്ല, ആ ദിവ്യരക്ഷകനെ കണ്ടെത്തി ആരാധിക്കുവാനും അവർ തയ്യാറായി. അതിനായി വലിയ യാത്രയാണ് അവർ നടത്തിയത്. അതും ആ കാലഘട്ടത്തിൽ ഗൂഗിൾ മാപ്പൊന്നുമില്ലാതെ അവർ രക്ഷകനെ തേടിയിറങ്ങി. സഹനങ്ങൾ നിറഞ്ഞ യാത്ര, കാഠിന്യമേറിയ യാത്ര, പ്രതികൂല കാലാവസ്ഥയെ പോലും തരണം ചെയ്തുകൊണ്ട്, വെല്ലുവിളിച്ചുകൊണ്ട് അവർ വളരെ ദീർഘമായിട്ടുള്ള യാത്ര ചെയ്തു. വീണ്ടും ഹെരോദോസിൻ്റെ കൊട്ടാരം അവരെ കാത്തിരുന്നതും പ്രതിസന്ധികളായിരുന്നു. പക്ഷെ അവിടെയും അവർ ഉണർന്ന് പ്രക്ഷോഭിച്ചു. ദൈവത്തിൻ്റെ സന്ദേശമനുസരിച്ച് അവർ പ്രവർത്തിച്ചു, വഴിമാറി സഞ്ചരിച്ചു. അങ്ങനെ ഉചിതമായ സമയത്ത് ജ്ഞാനികൾ ഉണർന്ന് പ്രക്ഷോഭിച്ചതുകൊണ്ടാണ് ഈശോയുടെ രക്ഷകൻ ജനനത്തെക്കുറിച്ച് ലോകത്തിന് വെളിപ്പെട്ട് കിട്ടിയത്. ഇന്ന് ആ വെളിപ്പെടുത്തലിനെ കുറിച്ചുള്ള തിരുനാൾ ആഘോഷിക്കുകയാണ്. പ്രത്യക്ഷീകരണ തിരുനാൾ സാഘോഷം തിരുസഭ കൊണ്ടാടുകയാണ്. ഈ തിരുനാൾ നമ്മളെ ക്ഷണിക്കുന്നു ഉണർന്ന് പ്രക്ഷോഭിക്കുവാൻ. നമ്മുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിലും പ്രശ്നങ്ങളിലും ഉണർന്ന് പ്രക്ഷോഭിക്കുവാൻ നമുക്ക് സാധിക്കണം. ഒപ്പം മറ്റുള്ളവരുടെ ജീവിതത്തിൽ വെളിച്ചമായി മാറുവാൻ, പോസിറ്റിവിറ്റി നൽകുവാൻ നമുക്ക് സാധിക്കണം. മറ്റുള്ളവരുടെ ജീവിതത്തിലെ നിറങ്ങൾ
വർണ്ണങ്ങൾ നമ്മൾ വഴി മങ്ങലേൽപ്പിക്കാതിരിക്കാം. നമുക്ക് ചുറ്റുമുള്ളവരുടെ ജീവിതങ്ങളിലെ പ്രതിസന്ധികളിലും പ്രശ്നങ്ങളിലും അവർ ഉണർന്ന് പ്രക്ഷോഭിക്കുവാൻ അവരെ സഹായിക്കാം. ഒപ്പം നമ്മുടെ ജീവിതത്തിലും എല്ലായ്പ്പോഴും ഉണർന്ന് പ്രക്ഷോഭിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. ദൈവം നമ്മളെല്ലാവരെയും അതിനായിട്ട് അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.